ഞാൻ അങ്ങനെ ഇവിടെ പറഞ്ഞ ഏതെങ്കിലും ഒരു സ്ത്രീയായിട്ട് സെക്സ് ചെയ്യുകയോ അതുകൂടാതെ ഫ്രണ്ട്ഷിപ്സിൻ്റെ കാര്യം പറഞ്ഞു അങ്ങനെ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കാരണം മറ്റേ ഇതില്ലേ 17 അതൊന്നും വന്നിട്ട് ഉമ്മക്കത്താണ്ടെങ്കിൽ കാരണം എനിക്ക് ഞാൻ റസൂലിക്കായിട്ടുള്ള പ്രശ്നം വിഷയങ്ങൾ നിങ്ങൾ അറിഞ്ഞു കാണും. ഡേഞ്ചർ ഫിറോസ്, അതേപോലെ തന്നെ സജിന നൂറ്. സൈന ഫിറോസ് ആയിരുന്നു, സൈന നൂറ. ഞാനിപ്പോൾ ഉള്ളതേ ഒരു പരീക്ഷയുടെ ഭാഗമായിട്ട് UP-ലാണേ. ഇതാ ഫുഡ്. ഈ വിഷയം കത്തിക്കൊണ്ടിരിക്കും. എനിക്ക് അധികമായിട്ട് വീഡിയോ ഇടാൻ പറ്റാത്തത് കൊണ്ടാണേ. ഇപ്പോൾ പറയാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ വിഷയങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടാണ്. ആദ്യം ഫിറോസ് വന്നിട്ട് കർമ്മ എന്ന് പറഞ്ഞ് വീഡിയോ ഇടുന്നു, സജിന വന്നിട്ട് ഫിറോസിനെ പറയുന്നു, പിന്നെയും വന്നിട്ട് സജിന വരുന്നു. ഇപ്പോൾ ഫിറോസ് വന്നിട്ട് വലിയൊരു അലിഗേഷൻ പറയുന്നു. ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ സജിന നൂറ് വന്നിട്ട് മറുനാടൻ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറേ ആരോപണങ്ങൾ ഫിറോസിനെ പറ്റി പറയുന്നുണ്ട്. വേറെ കുറച്ച് ആളുകളെ പറ്റി പറയുന്നുണ്ട്. ദിയാസനെ പറ്റിയിട്ട് ദിയാസനെ ഉപയോഗിച്ചു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ പറയുന്നുണ്ട്. ആ വിഷയത്തെ സംബന്ധിച്ച് ദിയാസന വൈകിട്ട് വീഡിയോ ഇടുന്നുള്ള ഒരു പരിപാടി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് സ്റ്റോറി ഇൻസ്റ്റയിൽ റീല് കണ്ടു. അപ്പോൾ അവരുടെ വീഡിയോ വരട്ടെ, അതിനനുസരിച്ച് നമുക്ക് ബാക്കി പ്രതികരണം നടത്താം. പക്ഷെ വലിയ ആരോപണമാണ്. കേരളത്തിൽ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞിട്ട് ഇത്രയും വലിയ ഒരു ലഹരിക്കെതിരെ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഇതിനകത്ത് മൊത്തം ലഹരിമയം കാണുന്നത്. ഒന്നെങ്കിൽ പെണ്ണ് ലഹരി, അല്ലെന്നുണ്ടെങ്കിൽ ആണ് ലഹരി, അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ലഹരി. ഈ ലഹരി വിഷയം വന്നുകൊണ്ട് മാത്രമേ ഞാനത് സംസാരിക്കുന്നത്. കാര്യം ലഹരിയായിട്ട് ഒരു തരത്തിലും ബന്ധപ്പെടാത്ത ഒരാളാണ് ഞാൻ. ഒരു തരത്തിലുള്ള മദ്യമോ മയക്കുമരുന്നോ സിഗരറ്റ് ഒന്നും ഉപയോഗിക്കാത്ത ഒരാളാണ്. അപ്പോൾ അതിൽ അങ്ങനത്തെ ടോക്കുകൾ ഇതിനകത്ത് വരുമ്പോൾ ഇതിനകത്ത് ആരോപണങ്ങളെ പറ്റി തീർച്ചയായിട്ടും സംസാരിക്കണം. അതിനകത്ത് എല്ലാവരും വലിച്ചഴക്കപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും സംസാരിച്ച് തീർക്കേണ്ട വിഷയങ്ങൾ. ഇവർ പിരിഞ്ഞ സമയത്ത് എൻ്റെ ഫാമിലിയിലൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടാകും, അവർ പിരിഞ്ഞെങ്കിലും എന്ത് സുഹൃത്തുക്കളെ പോലെ ജീവിക്കുന്ന ഫിറോസും സജിനയും. പക്ഷേ ഇത്രത്തോളം കെട്ടി നിർത്തിയിരുന്ന ഒരു കാര്യം പൊട്ടിപ്പുറപ്പെട്ട പോലാണ് ഇപ്പോൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വീഡിയോയുടെ പൂർണ്ണ ഭാഗത്തേക്ക് ഞാൻ പോകാം. ചെറിയ കാര്യങ്ങൾ ആഡ് ചെയ്യുന്നുള്ളൂ. ഇനി ഇതിനെ സംബന്ധിച്ച് വീഡിയോകൾ വന്നുകൊണ്ടിരിക്കുമായിരിക്കാം. എന്തായാലും സജിന ഫിറോസിനെതിരെയും കേസ് കൊടുത്തിട്ടുണ്ടെന്ന് നമുക്കറിയാൻ സാധിച്ചത് പബ്ലിക്കലി വന്ന കാര്യമാണ്. പബ്ലിക്കായിട്ടാണ് നമ്മൾ പറയുന്നത്. നമ്മൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പരമോന്നത അവകാശം ഉപയോഗിച്ചുകൊണ്ട് നമ്മളിവിടെ പ്രതികരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതൊരു സമൂഹത്തിൽ നടക്കാതിരിക്കട്ടെ, ഒരു കുടുംബത്തിൽ നടക്കാതിരിക്കട്ടെ. ഇതിൽ നമുക്ക് പാടാവേണ്ട പല കാര്യങ്ങളും ഉണ്ട്. സജിന ഇതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങൾ എടുക്കുന്നുണ്ട്, ഫിറോസ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് എടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സംസാരിക്കാം. ഇടയ്ക്ക് കുറച്ച് എക്സ്പ്ലനേഷൻ, എനിക്ക് എൻ്റെ കാര്യങ്ങൾ കുറച്ച് പറയാനുണ്ട്. എനിക്ക് തോന്നിയ കാര്യങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ എന്തായിട്ട് ഇടുക. വീഡിയോയിലേക്ക് പോകാം. റസൂലിക്കായിട്ടുള്ള പ്രശ്നത്തിലും ഞങ്ങൾ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ അഫെയർ അല്ല ഏട്ടാ. എനിക്ക് എൻ്റെ സജിനായും അതേപോലെ തന്നെ റസൂൽ പുള്ളിക്കാരനോട്ട് എന്താണ് അഫെയർ, ഈ ചോദ്യം കൃത്യമായിട്ട് ഇവിടുത്തെ ആങ്കർ ചോദിക്കുമ്പോൾ അഫെയർ അല്ല ചേട്ടാ. പക്ഷെ ഇവിടെ ആലോചിച്ച് നോക്കണം, ഈ സജിന തന്നെയാണ്, അല്ലെങ്കിൽ സജിനയുടെ പേജിലാണ് ഈ റസൂൽ എന്ന് പറയുന്ന പുള്ളിക്കാരനുമായിട്ട് ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ വരുന്നു. 6 മാസം അല്ലെങ്കിൽ 4 മാസം പ്രഗ്നന്റ് ആണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ബന്ധം കൃത്യമായിട്ട് അവിടെ പറയുക. സജിന വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒരു സ്ത്രീയെ ഒരു പുരുഷനെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. ഒരു തുണയില്ലാതെ നിൽക്കുന്ന സമയത്ത് വേറെ ആളുമായിട്ട് ഇഷ്ടം തോന്നാം, സ്വാഭാവികമാണ്. പക്ഷെ അതിനെ നമ്മൾ തുറന്നു പറയണം, ഓക്കെ ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ട്. ഞങ്ങൾ ഇങ്ങനെയാണ്. ഇതാ ആർക്കാ ചോദിക്കാനുള്ളത്? ഇന്ത്യയിൽ ഒരു റിലേഷൻ ഇരിക്കാൻ തന്നെ മറ്റൊരാളോട് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ എന്താ പറയുക, കോടതി പോലും ഒന്നും പറയത്തില്ല. ഒരു ഇഷ്ടത്തിന് പൊക്കോളാനേ പറയും, പ്രായപൂർത്തിയായിട്ടുണ്ടെങ്കിൽ. അതിനപ്പുറത്തേക്ക് ഇവർ സിംഗിളായിട്ട് നിൽക്കുന്ന സമയത്ത് അവർക്ക് പോകാമല്ലോ. പക്ഷെ അവിടെ എന്തുകൊണ്ട് ഭയം? അവിടെ തുറന്നു പറയാൻ പറ്റാത്തതും വേറെ പല കാര്യങ്ങൾ ആഡ് ചെയ്യുന്നതുമാണ് നമുക്ക് വലിയ ദുഃഖം തോന്നുന്നത്. അത് ഞാൻ കേൾപ്പിച്ചു തരാം. ആരാണെന്ന് ചോദിക്കുമ്പോൾ വ്യക്തമായിട്ട് പറയാൻ പറ്റാതിരിക്കുന്നതാണ് സജിനയ്ക്ക് ഇതിനകത്ത് ഫസ്റ്റ് സംഭവിക്കുന്ന മിസ്റ്റേക്ക്. അല്ല ഏട്ടാ, എനിക്ക് എൻ്റെ ആരാന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും പുള്ളി എന്താണെന്ന് എനിക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കാമുകനാണോ, അല്ലെങ്കിൽ ഒരു സഹോദരനാണോ, അല്ലെങ്കിൽ ഒരു വാപ്പാണോ, ഒരു എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അയാൾ എൻ്റെ ദൈവമാണോ എന്ന് എനിക്കും അറിയത്തില്ല. നമ്മൾ തമ്മിലുള്ള കാമുകനൊക്കെ സംഭവിച്ചു, കാമുകനുമായിട്ട് ബന്ധമുള്ളതുകൊണ്ടായിരിക്കുമല്ലോ ഗർഭിണിയാവുന്നേ. അതിനപ്പുറത്തേക്ക് സുഹൃത്തെന്നും വേണമെങ്കിൽ പറയാം. അതിനപ്പുറത്തേക്ക് വന്ന ഒരു ആങ്ങളെയാണോ വാപ്പാണോ എന്ന് ചോദിക്കുമ്പോൾ വലിയ നിഷ്കളങ്കമല്ലാത്തൊരു പ്രതികരണം. അത് വലിയ രീതിയിൽ കേരള സമൂഹത്തെ ഒട്ടും ചേർത്ത് നിർത്താൻ പറ്റുന്ന ഒരു പ്രതികരണം അല്ലത്. നമുക്ക് കാമുകനെന്ന് വേണേൽ പറയാം, ഒരാൾക്ക് കാമുകൻ ഉണ്ടാവാം, സുഹൃത്തുക്കൾ ഉണ്ടാവാം. പക്ഷേ അവരിൽ നിന്നും വേണേൽ കുട്ടികളും ഗർഭം ധരിക്കാം. ഒരു സഹോദരനിൽ നിന്നോ ഒരു പിതാവിൽ നിന്നോ ഗർഭം ധരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ആ രീതിയിലൊക്കെ അതിനെ മെൻഷൻ ചെയ്യുമ്പോൾ ഇവർക്ക് മനസ്സിൽ തോന്നിയതായിരിക്കും ഒരു കെയർ ടേക്കർ ആണെന്ന്. പക്ഷേ ഇവരെന്തുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അതെടുത്തിങ്ങനെ ഇട്ടു? അതെനിക്ക് മനസ്സിലായത്, ഈ പ്രശ്നം നടക്കുമ്പോഴും ഈ പ്രശ്നം നീറുമ്പോഴും ഈ പറയുന്ന പുള്ളിക്കാരനുമായിട്ടും റസൂലുമായിട്ടുള്ള പ്രശ്നം അത് അവർ തമ്മിൽ പ്രശ്നമുണ്ടോ അത് സ്റ്റോറി ഇടുന്നുണ്ട് ഇൻസ്റ്റയിൽ. ഇനി സജിനയോട് എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരിടത്ത് ഇവിടെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ നാളെ ഇനി ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം ഒരു പക്ഷേ നിങ്ങൾ തമ്മിലായിരിക്കും. ഒരു സംശയവും എനിക്കില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഇവിടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് നിങ്ങൾ അങ്ങോട്ട് ചെന്നാലും അവിടെ നിങ്ങൾക്ക് നിലനിൽപ്പ് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പ് നിങ്ങൾക്ക് ഇവിടെ ആർക്കും തരാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ സ്വന്തം കാര്യം നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇവിടെ വലിയ നിസ്സാരമായിട്ട് സംസാരിച്ച് തീർക്കേണ്ട പ്രശ്നങ്ങൾ വലിയ രീതിയിലോട്ട് മുന്നിലോട്ട് പോയി. ഏതൊക്കെ തരത്തിലെത്തി? ഈ ആരോപണങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. അതിന് ഫിറോസ് ആണ് മറുപടി പറയേണ്ടത്.
അദ്ദേഹത്തെ പറ്റി പറയുന്ന ആരോപണം, അത് 17 വയസ്സുള്ള കുട്ടിയെ ചേർത്തുള്ള ആരോപണങ്ങൾ വരുന്നത് തീർച്ചയായിട്ടും അത് അദ്ദേഹം തന്നെ മറുപടി പറയണം, അല്ലെങ്കിൽ കോടതി കൃത്യമായിട്ട് അതിന് ഇടപെടി എടുക്കുന്ന ഒരു കേസാണ്. തർക്കങ്ങളും വാക്കുതർക്കങ്ങളെല്ലാം ഇല്ലാന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല, ഉള്ളത് തന്നെയാണ്. ഞങ്ങൾ തികച്ചും ഞങ്ങൾ തമ്മിലുള്ള സംഭവങ്ങളെല്ലാം ഉള്ളതാണ്. പേഴ്സണൽ ആയിട്ടുള്ള ഞങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള കാര്യം അറിയാമെന്നറിയോ? റസൂലും അതേപോലെ തന്നെ സജിനയായിട്ടുള്ള ആ വോയിസ് ക്ലിപ്പ് ഫിറോസ് ഖാൻ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതാണ് തികച്ചും പേഴ്സണൽ എന്ന് പറയുന്നത്. പക്ഷേ ഈ തികച്ചും പേഴ്സണലിൽ കുട്ടിയെ ഇല്ലാതാക്കുന്നതുമായിട്ട്, വയറ്റിൽ കിടക്കുന്ന കുട്ടിയെ ഇല്ലാതാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ പേഴ്സണൽ കാര്യം എന്താ രാഹുൽ മാങ്കൂട്ടത്തിന് വിഷയമല്ലേ? ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയായിട്ട് അവരുമായിട്ട് പരമാവധി ബന്ധം ഉണ്ടായതിനു ശേഷം അവരുടെ വയറ്റിലുള്ള കുട്ടി ഇല്ലാതാവുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ വരുമ്പോഴത്തേക്കിനും, അല്ലെങ്കിൽ ആ വിഷയത്തിൽ വരുമ്പോഴത്തേക്കും അത് വലിയ ക്രൂരതയാവുകയും അതിൽ ഒരാൾ മാത്രം ക്രൂശിക്കപ്പെടുകയും, ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ കുട്ടി ഇല്ലാതാക്കിയല്ലോ, അവിടെ തമ്മിൽ പേഴ്സണൽ കാര്യമായിരിക്കും. പക്ഷെ പേഴ്സണൽ കാര്യമായിരിക്കും. ഒരു ജീവൻ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് അത് പേഴ്സണലി മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. ഇത് കേൾക്കുന്ന കോടതിക്കും ഇവിടുത്തെ സമൂഹത്തിനും അതേപോലെ തന്നെ ഇവിടുത്തെ പൊതു വികാരത്തിനും എതിരാണ് തീർച്ചയായിട്ടും. അപ്പൊ അതൊരു പേഴ്സണൽ കാര്യത്തിൽ ഒതുങ്ങുന്നതല്ല. നിങ്ങൾ രണ്ടും ഭാര്യ ഭർത്താക്കളാണ്, ആക്സിഡന്റിൽ കുട്ടി ഉണ്ടായിപ്പോയി, ഓക്കെ നമുക്കിപ്പോൾ വേണ്ട എന്ന് പറയുന്ന പോലാണോ ഒന്ന് കഴിഞ്ഞിട്ട് പിന്നെ 2 തവണ എന്ന് പറയുമ്പോൾ, പിന്നെ അടുത്ത തവണ എന്ന് പറയുമ്പോൾ? അതാണ് നമ്മളോട് ചിന്തിക്കേണ്ട കാര്യം. അപ്പൊ അത് പേഴ്സണൽ അല്ല. പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും അതിൽ അടങ്ങിയിരിക്കുന്ന ഉള്ളടക്കം വളരെ വലുതാ. കാര്യം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ ഒപ്പോസിറ്റ് നിൽക്കുന്ന പെൺകുട്ടി ആർക്കും അറിയത്തു പോലും ഇല്ല. അവരുടെ ഒരു വോയിസ് ക്ലിപ്പ് പുറത്ത് വന്നേക്കുന്നത്. ആ പെൺകുട്ടിയുടെ സമ്മതത്തോടാണോ വോയിസ് ക്ലിപ്പ് പുറത്ത് വന്നതെന്ന് പോലും ഇന്ന് നമുക്കും അറിയത്തില്ല. അവരിഷ്ടപ്പെടുന്ന ഇന്നും അവർ ഇഷ്ടത്തിലാണോ എന്ന് നമുക്കറിയത്തില്ല, ആരും ചോദിച്ചിട്ടില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം. അപ്പൊ അവിടെ മാത്രം ഒരാൾ തെറ്റുകാരിയാ ആകപ്പെടുകയും ഇവിടെ ആ വിഷയത്തിൽ പേഴ്സണൽ ആവത്തില്ല. പുറത്ത് വരുമ്പോൾ പേഴ്സണൽ അല്ല. അവർ തമ്മിലുള്ള ചെറിയ ഇടിയും വഴക്ക് വരുന്ന പ്രശ്നമല്ല. അതിനപ്പുറത്തേക്ക് കുട്ടിയെ ഇല്ലാതാക്കുന്ന ഒരു വിഷയത്തിലേക്ക് വന്നപ്പോൾ പേഴ്സണൽ അല്ല, അല്ലേ? ഇനി വരാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീഡിയോ ഇട്ടതിന് ശേഷം 17 കാര്യമൊക്കെ പറഞ്ഞതിന് ശേഷം ഫിറോസ് കരഞ്ഞു വിളിച്ച് സജനെ വിളിച്ചെന്നാണ് പറയുന്നത്. അത് മാത്രം, ആ ഭാഗം മാത്രം റിമൂവ് ആക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ഫിറോസ് പറയുന്നുണ്ട് തീർച്ചയായിട്ടും അത് റിമൂവ് ആക്കണം, ഇല്ലെങ്കിൽ അത് നിങ്ങൾ ഊമക്കത്ത് വന്നതാണെന്ന് പറയുന്നുള്ള രീതിയിൽ ടോക്ക് നമുക്കൊന്ന് കേൾക്കാം. ഇതിനുശേഷം ഫിറോസിന്റെ ഒരു ഭാഗം കൊണ്ട് ഫിറോസ് അത് ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഫിറോസ് ഖാന്റെ. അത് ഞാൻ ഇതിനകത്തിടാം. അതിലും വോയിസ് ക്ലിപ്പുകൾ കുറച്ച് കാര്യങ്ങളുണ്ട്, അതെല്ലാം ഞാൻ പറയാം. കാരണം മറ്റേ ഇതില്ലേ 17 അതൊന്നും വന്നിട്ട് ഊമക്കത്ത എന്തെങ്കിലും കാരണം എനിക്ക് ഞാൻ സൂയിസൈഡ് ചെയ്യേണ്ടി വരും. ഫിറോസ് ഖാൻ, അത് ഞാൻ ഇപ്പൊ എനിക്ക് കേസ് നടക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് അത് കയറി അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം എനിക്ക് ഒരു മാർഗ്ഗമില്ല, എന്റെ കരിയർ എല്ലാം നശിച്ചു. ഞാൻ ഇനിയിപ്പോ സൂയിസൈഡ് ചെയ്യാൻ പോവാം. സീരിയസ് ഞാൻ പറയാം. ഇത്രയും കേട്ടത് സജിനയുടെ ഇന്റർവ്യൂവിന്റെ ഭാഗമാണ്. ഇതിൽ തന്നെ കുറെ ആരോപണങ്ങൾ പറയുന്നുണ്ട്, പലരെ പറ്റി പറയുന്നുണ്ട്. ഇവിടുന്ന് ഗൾഫിൽ കൊണ്ടുപോയി മോശമാക്കാൻ ശ്രമിച്ചവരെ പറ്റി പറയുന്നുണ്ട്. ആ മോശമാക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഗൾഫിൽ പോയപ്പോൾ കണ്ടവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവർ ഒരു പ്രതികരണം സജിനെ പറ്റിയുണ്ട്. അത് ഫിറോസ് ഇട്ടിട്ടുണ്ട്, അത് ഞാൻ കേൾപ്പിക്കാം. ഇതിനെല്ലാം ഫിറോസിന്റെ ഒരു മറുപടി ഉണ്ട്. സ്ത്രീകളുടെ അടുത്ത് പോകുന്ന ആളാണെന്ന്, ഇങ്ങനെ പോകുന്ന ഒരാളാണെന്ന് സജിന പറയുമ്പോൾ ഫിറോസിന്റെ മറുപടി അത് ഞാൻ കേൾപ്പിക്കാം. ഇതിൽ ദിയാസനെ വളരെ വലുതായിട്ട് വലിച്ച് ഇഴയ്ക്കുന്നുണ്ട്. ദിയാസന സജിനയുടെ വീട്ടിലേക്ക് വന്നെന്നും അതുപോലെ തന്നെ വെള്ളപ്പൊടി അല്ലെ ഉപയോഗിക്കാൻ നിർബന്ധിച്ചെന്നും ഉപയോഗിച്ചെന്നൊക്കെ പറയുന്നുള്ള വലിയ ആരോപണമുണ്ട്. അതിന് ഞാനല്ല മറുപടി പറയേണ്ടത്. തീർച്ചയായിട്ടും അതിന് ദിയാസന ഒരു മറുപടി പറയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ വീഡിയോ വരാനായിട്ട് ഞാനും വെയിറ്റിംഗ് ആണ്. അത് നമുക്ക് അതിനകത്ത് ചർച്ച ചെയ്യാം. കാര്യം വലിയ ആരോപണമാണ്. വീട്ടിൽ വന്നു ഇത് ഉപയോഗിച്ചു എന്നൊക്കെയുള്ള കാര്യം വലിയ രീതിയിൽ പറയുന്നുണ്ട്. അവർ തെളിയിക്കേണ്ട കാര്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും നാട്ടിൽ കേരളത്തിൽ ഇപ്പോൾ വലിയ രീതിയിൽ ലഹരിക്കെതിരെ ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു തെളിയിക്കണം ആര് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും. പക്ഷേ ഇതേ ആരോപണം ഈ പറയുന്ന സജിനയെ പറ്റിയും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഗൾഫിൽ നിന്ന സമയത്ത് സജിന വലിയ ഇതൊന്നും ഉപയോഗിക്കാത്ത വ്യക്തമായിട്ടുള്ള ഒരാളാന്ന് പറയുമ്പോൾ സജിനയിൽ മറുപടി കൊടുക്കുമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഫിറോസിന്റെ മറുപടിയിലേക്ക് പോവാം. അപ്പോൾ ഇതിനകത്ത് അവൾ കുറേ സ്ത്രീകളെക്കുറിച്ചും ഒരു കുട്ടിയെക്കുറിച്ചും ഒക്കെ ഞാൻ സെക്സ് ചെയ്തെന്നുള്ള രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത്. ഞാൻ അങ്ങനെ ഇവൾ പറഞ്ഞ ഏതെങ്കിലും ഒരു സ്ത്രീയായിട്ട് സെക്സ് ചെയ്യുകയോ അതുകൂടാതെ ഫ്രഞ്ചൈസിൻ്റെ കാര്യം പറഞ്ഞ് അങ്ങനെ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് അത് അവൾ തെളിയിക്കുകയാണെങ്കിൽ, നിയമവും കാര്യങ്ങളും ഒരുപാട് കാര്യമുണ്ട്, അങ്ങനെ അവൾ തെളിയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കല്ലെറിഞ്ഞു കൊല്ലാം. അത് വലിയൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതായത് ഞാനിങ്ങനെ ഏതെങ്കിലും സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലോ അതല്ലെങ്കിൽ ഈ കുട്ടിയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലോ നിങ്ങൾക്ക് തെളിയിച്ചാൽ എന്നെ കല്ലെറിഞ്ഞു കൊല്ലാം. തീർച്ചയായിട്ടും ഫിറോസ് വളരെ നല്ലൊരു സ്റ്റേറ്റ്മെൻ്റ് അവിടെ പറഞ്ഞു. അപ്പോൾ ഇനി അത് തെളിയിക്കേണ്ടത് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെയും ഓപ്പോസിറ്റ് നിൽക്കുന്ന അവരുടെയും സജിനയുടെയും ബാധ്യതയാണ്. അത് തെളിയിച്ചു കഴിഞ്ഞാൽ ഫിറോസ് അതിന് കീഴടങ്ങേണ്ടി വരും. പക്ഷേ അത് പറയാൻ കാണിച്ചൊരു ധൈര്യമുണ്ട്. അതെന്തൊക്കെയാണെങ്കിലും അത് പറയാൻ കാണിച്ചൊരു വലിയ ധൈര്യമുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ ഭാഗം തീർച്ചയായിട്ടും അവർ നോക്കട്ടെ. ഇനിയിപ്പോൾ ഈ സജിന ഗൾഫിലേക്ക് പോവുകയും എന്താണ് ഈ പറയുന്ന റസൂലുമായിട്ട് കമ്പനി ആവാനുള്ള കാര്യമാണ് പറയുന്നത്. അവിടെ പോയി മോശം അവസ്ഥയിൽ നിന്ന് അദ്ദേഹം രക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹത്തോടൊരു കമ്മിറ്റ്മെൻറ്റ് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ അവിടെ പോയി മോശം അവസ്ഥ അവർക്കുണ്ടായത്, അവർ പല മോശം അവസ്ഥയിലേക്കും പോയി എന്നുള്ള രീതിയിലുള്ള ഒരു ടോക്ക് ഇവരെ ദുബായിൽ വെച്ച് കണ്ട, അല്ലെങ്കിൽ അതിൽ ഈ അലിഗേഷനിൽ പറയപ്പെടുന്ന സജിന അലിഗേഷനിൽ ഉൾപ്പെടുത്തപ്പെടുന്ന ഒരു സ്ത്രീ പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഫിറോസ് പുറത്തു വിട്ടു. ഇതിലെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് നിങ്ങളോട് എല്ലാം പറയുള്ളൊരു കാര്യമുണ്ട്. ഇന്ന് കൊതമായിട്ട് നിൽക്കുന്ന പലരും കാണും നിങ്ങളുടെ കൂടെ, ഭയങ്കര സുഹൃത്തുക്കളായിട്ട് നിൽക്കുന്ന കാര്യമുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയൊരു
ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുറേ സുഹൃത്തുക്കൾ അദ്ദേഹമായിട്ട് പിരിഞ്ഞിട്ട് അദ്ദേഹത്തിനെതിരെ വീഡിയോ ഇട്ട സംഭവം ഇതിനു മുമ്പ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. വളരെ മോശമായിട്ട് ഒരു കാറിൽ പോകുന്ന സമയത്ത് സുഹൃത്തുക്കൾ 4 പേര് ഇരുന്നുകൊണ്ട് പറയുന്നതൊന്നും ഇവിടുത്തെ സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കാത്ത കാര്യങ്ങളൊന്നുമല്ല. നാട്ടിൽ കാണുന്ന തോന്നിയാസം എല്ലാം പറയും. റോഡിൽ പോകുന്ന പെണ്ണുങ്ങളെ നോക്കി പലതും പറയും. അതുപോലെ തന്നെ അവരെ ഇവരെയൊക്കെ നോക്കി പലതും പറയും. ഇതൊക്കെ 4 സുഹൃത്തുക്കളുടെ ഇടയിൽ മാത്രം നിൽക്കുന്ന കാര്യമാണെന്ന് വിചാരിച്ച് നമ്മൾ പറഞ്ഞിട്ട് ഇതിൽ ഒരാൾ മാത്രം അല്ലെങ്കിൽ ഇതിൽ 3 പേരും ഒന്നു ചേർന്നുകൊണ്ട് മറ്റൊരാളെ അവൻ അങ്ങനെ കാറിയിരുന്ന് പറഞ്ഞ് ഇങ്ങനെ കാറിയെന്ന് പറയുന്നത് ശുദ്ധമായി കൃത്യമായി എനിക്ക് തോന്നുന്നത് തന്തയിലഴി തന്നെ. കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ 4 പേരും പങ്കെടുത്ത് പറയുന്നത്. ഞാനൊന്നും ഈ പറയുന്ന രീതി ഒരു പെർഫെക്റ്റും അല്ല. ഞാൻ പല രീതിയിലും വായി നോക്കും. സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് തന്നെ വായി നോക്കി പലതും കാറിലിരുന്നും കൂടെ പോകുന്നിടത്തൊക്കെ പറയാറുണ്ട്. പക്ഷേ അത് ആ പറച്ചിലേ നിൽക്കും, മനസ്സിനകത്തോട്ട് പോലും കയറ്റത്തില്ല നമ്മൾ. അതെന്തുകൊണ്ടാണ്? അത് നമ്മൾ ആ ഒരു സുഹൃത്ത് വലയത്തിൽ നമ്മുടെ ഒരു വൈബിൽ എത്തുമ്പോൾ പറയുന്ന ഇതിൻ്റെ അർത്ഥം നമ്മൾ അങ്ങനെ പോയി ഒരാളെ പിടിക്കാൻ നടക്കുന്നൊന്നും ഒരാളടുത്ത് കയറാൻ പോകുന്ന ഒന്നുമല്ല. ഇതെല്ലാവരും എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ലോകത്ത് നിന്ന് ജീവിച്ചിരിക്കുന്ന 99.9% മനുഷ്യരും ഈ രീതിയിൽ മറ്റുള്ളവരെ പറ്റി കാണുകയും പറയുക അതും ഇതൊക്കെ ചെയ്യും. മനസ്സിൽ ഈ പുറമേ ഭയങ്കര വലിയ ഒരു മുഖം വെച്ചാലും അകത്ത് ചെറുതാക്കി കാണും. പക്ഷേ അവർ മാറ്റം വരുത്തുന്ന അവർ പഠനത്തിലൂടെയും വിദ്യാഭ്യാസത്തിലൂടെ കുറേ മാറ്റമൊക്കെ വരുത്തും. എന്തെങ്കിലും സുഹൃത്തുക്കളെ ഇങ്ങനത്തെ ടോക്ക് ഉണ്ടാകുമ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. സജിന, നിങ്ങൾ അല്ലെങ്കിൽ ഫിറോസ്, നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ പല സുഹൃത്തുക്കളും പല കാര്യങ്ങളും ബന്ധപ്പെട്ടിട്ട് അവർ വേർപിരിഞ്ഞു പോയി പല പണിയും തരും. എല്ലാവരോടും പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും. ആരും അത്ര നല്ലതല്ല മനസ്സിലാക്കുക, ആരും അത്ര നല്ലതല്ല, ആരും അത്ര ചീത്തയുമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ഒരു ചെറിയ അകലം പാലിച്ച് എപ്പോഴും നിൽക്കുക. ആര് നമ്മുടെ അടുത്ത് നിന്ന് എപ്പോഴും നമ്മൾ മൂഞ്ചിച്ചിട്ട് പോകും എന്നുള്ളൊരു മനസ്സിൽ തന്നെ നിന്ന് നമ്മൾ സംസാരിക്കുക. അതുകൊണ്ട് തന്നെ സംസാരിച്ചിരിക്കുന്നതൊക്കെ ഉള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്ന പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇനി ആ ഗൾഫിലുള്ള ലേഡി അല്ലെങ്കിൽ ആ ലേഡി ഗൾഫിൽ കൊണ്ടുപോയി എന്ന് സജിന പറയപ്പെടുന്ന ലേഡിയുടെ വോയിസ് ഫിറോസ് പുറത്തു വിട്ടുകൊണ്ട് നമുക്ക് കേൾക്കാൻ കുറച്ച് അധികം ആരോപണങ്ങളാണ് സജിനയെ പറ്റി പറയുന്നത്. എനിക്ക് തോന്നുന്നു സജിന ദിയാസനെ പറ്റി പറഞ്ഞതുപോലത്തെ ആരോപണമാണ് സജിനയെ പറ്റി ഇപ്പോൾ പറയുന്നത്. ഇതും സജിന പ്രൂവ് ചെയ്യണം. കാരണം സജിനയുടെ പേരിലായി വന്നേക്കുന്നത്. വല്ല കാര്യം ഉണ്ടായിരുന്നോ? 2 പേർ കൂടെ കോംപ്രമൈസ് ആയിട്ട് 2 ജീവിതം നയിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. 2 പേരും ഇതിനകത്ത് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് കുത്തി നാറ്റിച്ചപ്പോൾ എത്ര പേര് അതിനകത്ത് വന്നേക്കുന്നത്, എത്ര വേരുടെ പേരാണ് പറഞ്ഞേക്കുന്നത്. സജിന ദിയാസനെ കൂടാതെ വേറെ സ്ത്രീയുടെ പേരൂടെ പറഞ്ഞിട്ടുണ്ട്. ദിയാസന ഇനി എന്തായാലും ഒരു വീഡിയോ ആയിട്ട് വരും. അവർ മിണ്ടാതിരിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ ഭാഗം അവർക്ക് ന്യായീകരിക്കുകയും അവരുടെ ഭാഗം അവരുടെ കാര്യം പറയുക അവർക്ക് വേണം. അവരെന്തായാലും വീഡിയോ ആയിട്ട് വരും. ഇനിയിപ്പോൾ എന്തോരം വീഡിയോയിലേക്ക് പോകും. നമ്മളെപ്പോലെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്ന റിയാക്ഷൻ ചെയ്യുന്ന കുറച്ചധികം ആളുകൾക്ക് വീഡിയോയ്ക്കുള്ള കണ്ടന്റ് ആക്കി തരുന്നതാണ് ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനങ്ങനെ ഒരുപാട് വീഡിയോ ഒന്നും ഇടുന്നില്ല. കണ്ട് നമ്മൾ അതായതുകൊണ്ടാണ് വീഡിയോ ഇപ്പോൾ വെറും എനിക്ക് 2ാമത്തെ വീഡിയോ ഒന്നും ഞാൻ ഇടുന്നത് നാട്ടിലും ഇല്ല. പക്ഷേ ഇത് കൊത്തി വലിച്ചതിന് വേറെ കഥയാക്കാൻ നിൽക്കുന്ന ഒരുപാട് ആളുണ്ട്. അവർക്ക് നിങ്ങളുടെ ലൈഫ് ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നത്. അവസാനം ഇതിൽ 2 പേരുടെ ആരെങ്കിലും ജീവൻ ഇല്ലാതായതിനു ശേഷം ഇതൊക്കെ സംസാരിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നമുക്ക് അവർ പറയുന്ന കാര്യം കൂടെ കേട്ട് ഈ MDMA എന്ന് പറഞ്ഞ സാധനം സജനനെ തലക്ക് പിടിച്ച് നമ്മളിങ്ങനെ കുലുക്കിയാലില്ലേ, സജനയുടെ മൂക്കിൽ ഒരു 3-3.5 കിലോ MDMA കിട്ടും. സത്യമാണ് ഞാൻ പറയണം. ഈ സാധനം ഇല്ലാതെ സജനക്ക് പറ്റില്ല. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ അഡിക്ഷനാണ്. അവളെ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ട ആള് ഞാനാണ്. ഈ ഫിറോസ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ അടുത്ത് വീഡിയോ കോൾ സംസാരിച്ച് ശരി, ആ കുഴപ്പമൊന്നുമില്ല, ഇവിടെ എല്ലാം ഓക്കെയാണ്, ആ ശരി എന്ന് പറഞ്ഞ ഫോൺ വെച്ചിട്ട് ഇവളെന്താക്കും, റസൂൽ പൂക്കുട്ടിയുടെ സംസാരിക്കും. ഈ റസൂൽ പൂക്കുട്ടി പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്, സജന ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെ ഇരിക്കുമ്പോൾ നീ എന്നെ വിളിക്കരുത്, എനിക്കത് പ്രശ്നമാണ്, എന്നെ വിളിക്കരുത്, എൻ്റെ ഭാര്യ അറിഞ്ഞാൽ അത് പ്രശ്നമാകും. പക്ഷെ ഇവൾക്ക് അത് പറയുമ്പോഴാണ് കള്ളില്ലാണ്ട് പറ്റില്ല. MDMA എന്നൊരു സാധനം ഇവള് പറഞ്ഞല്ലോ വീഡിയോയിൽ. എനിക്ക് അത് കണ്ടുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് ചെയ്യണത്. ഇവിടെ ഏതെങ്കിലും ഒരു പ്രോഗ്രാം എടുത്ത് ആ പേജിൽ നോക്കിയാൽ അറിയാം, സജനയുടെ ഒരു ഡാൻസ് ഉണ്ട് അതിനകത്ത്. അടിച്ച് കയറ്റിയിട്ട് സ്റ്റേജിൽ കയറിയതാണ് സജന. സ്റ്റേജിൽ കയറിയിട്ട് സ്റ്റെപ്പ് വരെ മറന്നുപോയിട്ട് ഇവൾ ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോകുന്നില്ല. കവറപ്പ് ചെയ്ത് നെക്സ്റ്റ് പിള്ളേർ കയറി കൂടെ കളിക്കുന്ന പിള്ളേർ കവറപ്പ് ചെയ്ത് കളിച്ചിട്ടാണ് ആ പ്രോഗ്രാം ഇതാക്കിയത്. കാര്യങ്ങൾ കേട്ടോ, ഓരോരുത്തര കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. ഇനി അടുത്ത ആൾ വരും. ഇതിൽ ഒരു കാര്യം മനസ്സിലായി, ഈ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്നവർക്ക് മാത്രമേ ഇതിൻ്റെ ബുദ്ധിമുട്ട് അഫക്ട് ചെയ്തു. ഇപ്പോൾ സജിന ആണെങ്കിലും ഫിറോസ് ആണെങ്കിലും നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഓരോരുത്തരെ ഇതിനകത്തോട്ട് വരുമ്പോൾ മെയിൻ സ്ട്രീമിൽ ഇല്ലാത്തവർ അവർക്ക് വന്നിട്ട് വോയിസ് ഇട്ടിട്ട് അങ്ങ് പോകും. പക്ഷേ നിങ്ങൾ തന്നെ നാളെ കിട്ടുന്നത്. എനിക്ക് ഒറ്റ കാര്യം ഇതിനകത്ത് ഇപ്പോൾ പറയാനുള്ളൂ, കഴിവതും ഈ അലിഗേഷനുകളിലൊന്നും കഴമ്പില്ലാത്തതാണെങ്കിൽ ദയവായി നിങ്ങൾ പറഞ്ഞ് 2 ജീവിതം നിങ്ങളുടെ ജീവിതങ്ങൾ ജീവിക്കുക. അതെനിക്കിവിടെ പറയാനുള്ളൂ. അല്ലാതെ അലിഗേഷൻസ് കഴമ്പുണ്ടെങ്കിൽ, ലഹരികളുടെ വിഷയത്തിൽ കഴമ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷിക്കപ്പെടണം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ 17ന്റെ വിഷയത്തിൽ കഴമ്പുണ്ടെങ്കിൽ അന്വേഷിക്കപ്പെടണം. അതിനപ്പുറത്തേക്ക് ഇതെല്ലാം കെട്ടിച്ചമച്ചാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ് സംസാരിച്ച് കോംപ്രമൈസ് ആയി 2 പേരും ജീവിതം 2 വഴിക്ക് വിട്ട് ആ കുഞ്ഞുങ്ങളെ സേവ് ആക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ ഈ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് 3 പേർക്കും 2 പേർക്കും ഓരോ കുഞ്ഞ് 2 പേർക്കും അല്ലാതെ 2 പേർക്കും ഒരുമിച്ചൊരു കുഞ്ഞുണ്ട്. അവരുടെ ജീവിതം ദയവ് ചെയ്തിട്ട് നാളെ വളരെ വലിയ മോശമായിട്ട് സങ്കടാവുന്ന അവസ്ഥയിലേക്ക് പോകരുതെന്ന് ഉദ്ദേശിച്ച് മാത്രമാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞു തീർക്കുക. അതിനപ്പുറത്തേക്ക് ഈ ഒരു അവസരത്തിൽ അതിനോട് എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒറ്റ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊന്ന് വിശ്വസിക്കുന്ന, നിങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് വിശ്വസിക്കുന്ന ആൾ നാളെ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമോ എന്നുള്ള കാര്യം കൂടെ നിങ്ങളൊന്ന് വിശ്വസിച്ച് വെക്കുക, അല്ലെങ്കിൽ മനസ്സിലാക്കി വെക്കുക. അല്ലെങ്കിൽ നാളെ ഒരിക്കൽ വന്ന അയാൾക്കെതിരെയും കൂടെ വീഡിയോ ഇടേണ്ട അവസ്ഥ
നിങ്ങൾക്ക് വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് താൽക്കാലികമായിട്ട് വൈൻഡപ്പ് ചെയ്യുന്നു. ഇറ്റ്സ് മി അൽത്വാഫ്. വെട്ടിയിട്ടാലും പൊട്ടി മുളയ്ക്കണം.